വർക്കലയിൽ പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ അയിരൂർ പോലീസ് അതിസാഹസികമായിട്ടാണ് പിടികൂടിയിരിക്കുന്നത്. വില്ലിക്കടവ് സ്വദേശി ദേവനാരായണനെയാണ് കഴിഞ്ഞ ദിവസം അയിരൂർ പോലീസ് അതിസാഹസികമായിട്ട് പിടികൂടിയത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ പ്രദീപ് ഉൾപ്പെടെ മൂന്നംഗ സംഘമാണ് സ്റ്റേഷനിലെറിഞ്ഞ് ബോംബെറിയുകയും ചെയ്യുകയുണ്ടായി. ഇവർ ഈ വല്ലിക്കടവ് എന്ന് പറഞ്ഞ പ്രദേശത്ത് സംഘർഷം നടക്കുന്നു എന്നുള്ള വിവരം ലഭിച്ച അയിരൂർ പോലീസാണ് സംഭവ സ്ഥലത്ത് എത്തുകയും സ്ഥലത്തുണ്ടായിരുന്ന പ്രതിയും സംഘവും ഈ പോലീസുകാർ ചെല്ലുന്ന കണ്ട് അവരെ പിടിക്കാൻ ചെന്നപ്പോഴാണ് ആ സമയത്ത് പോലീസുകാർക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രതികൾ 3 പേരടങ്ങുന്ന സംഘമാണ് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തുകയും പെട്രോൾ ബോംബുകൾ സ്റ്റേഷനിലേക്ക് എറിയുകയും അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. ബോംബേറിൽ പോലീസ് സ്റ്റേഷന്റെ മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ പ്രതികളെ കണ്ടെത്തുന്നതിനായി വളരെ ഊർജിതമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് അയിരൂർ പോലീസ് ഇന്ന് രാവിലെയോട് കൂടിയാണ് പ്രതിയുടെ വീടിന് സമീപത്തു നിന്നും ഇയാളെ സാഹസ്യമായിട്ട് പിടികൂടുകയും ഈ സമയത്ത് പ്രതി തിരിച്ച് ആക്രമണം നടത്തിയും ഏതാണ്ട് 2ഓളം പോലീസുകാർക്കാണ് പരിക്കേറ്റ് ഇരിക്കുന്നത്. ഇയാളെ വീടിന് സമീപത്ത് തന്നെയാണ് പെട്രോൾ ബോംബുകളും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നുള്ളൊരു പരാതിയും പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. ആക്രമണത്തിൽ പ്രതിക്കൊപ്പം 2ഓളം പേര് ഉണ്ട്. അവരെയാണ് ഇനി പിടിക്കാനുള്ളത്. 2 പേരെ 2 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പിടിക്കുന്ന സമയത്താണ് പോലീസുകാർക്കെതിരെ പ്രതി ഈ ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. എന്തായാലും 2 പോലീസുകാർക്ക് പരിക്ക് പറ്റിയെങ്കിലും സാഹസികമായിട്ട് തന്നെയാണ് പോലീസുകാർ ഈ പ്രതിയെ പിടിച്ചിരിക്കുന്നത്. ആക്രമണം നടത്തവർ സ്വാഭാവികമായിട്ട് ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയില്ല. അവർ മദ്യമല്ലായിരിക്കാം, മയക്കുമരുന്ന് പോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചതിൻ്റെ ഇതിലായിരിക്കണം പോലീസുകാരോട് ഇത്രയും ആക്രമണം കാണിച്ചു. എന്തായാലും പിടികൂടുന്ന സമയത്ത് ആ സമയത്തും പോലീസുകാർ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നെന്ന് അറിഞ്ഞിട്ടും യാതൊരു കൂസലവും ഇല്ലാതെ പോലീസുകാരെ ആക്രമിക്കുന്ന സംഭവമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അയിരൂർ പോലീസിന്റെ ത്യാഗോജ്ജലമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അവർ പോലീസുകാർ മനുഷ്യന്മാരാണ്. അവര് സാന്നിധ്യം പോലും അവരെപ്പോലും നിയമം പാലിക്കാതെയും നിയമത്തെ അനുസരിക്കാതെയും നടക്കുന്ന ഇത്തരം ആൾക്കാർ നിരവധി കേസുകളിൽ പ്രതികളായിട്ട് നടക്കുന്നവരെ ഇവരൊന്നും ജയിലിനകത്ത് തന്നെ ആണ് വേണ്ടത്. അവർ താമസം പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരെ എത്ര പേരെ ഇവർ ഇതേക്ക് ഉപദ്രവിച്ചിട്ട് കാണും. ആ ഉപദ്രവങ്ങൾ ഏൽക്കുന്നവരെല്ലാവരും ഇതേക്ക് നിയമ നടപടിയായിട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഇത്തരത്തിൽ കുറ്റകരമായ കാര്യങ്ങളും നിരവധി തല്ല് കേസിലും മറ്റുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി നിരവധി കേസുകൾ ഉണ്ടായാൽ പോലീസുകാർ ഊർജ്ജസ്വലമായിട്ട് സത്യസന്ധരായിട്ടുള്ള പോലീസുകാർ നടപടിയെടുക്കാത്തപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ വീണ്ടും സമൂഹത്ത് വളർന്നു വരുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. എന്നാലും പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്രയും മർദ്ദിക്കുക, എന്നാലും 2ഓളം പോലീസുകാർക്കാണ് ഈ മർദ്ദനത്തിൽ പരിക്ക് പറ്റിയിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് കാലത്തെ സാഹസികമായിട്ട് അയിരൂർ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉള്ളവരെ ഒന്നും സമൂഹത്തിൽ അഴിഞ്ഞാടാൻ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും നിരപരാധികൾക്കെതിരെ ഇത്തരം ആക്രമണം അഴിച്ചു വിടും. അത് എന്തായാലും ഇവരൊക്കെ ജയിലിനുള്ളിലാണ് ഇവർക്ക് താമസം കൊടുക്കേണ്ടത്. എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഈ സ്വദേശി വില്ലിക്കടവ് സ്വദേശിയാണ്. 2 പേരെ 2 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്ത് ഒരാളെ റിമാൻഡ് ചെയ്തു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അടുത്ത ആളെയും റിമാൻഡ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോലീസ് ഇന്ന് സ്റ്റേഷനിൽ അയിരൂർ പോലീസിന് നടപടിക്രമങ്ങളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്തരത്തിലുള്ളവരെ തുറന്നുവിടാതെ തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് ജയിലിനുള്ളിൽ പാർപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. അതേപോലെ മലയാളി വാർത്ത രാംഭദ്രൻ.